ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പം ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് കാണുന്നത്. അപ്പോൾ ആരും ഇവിടുന്ന് പോകരുത് കേട്ടോ, അവിടെ തന്നെ നിൽക്കണേ. എന്താണെന്ന് കണ്ടിട്ട് പോയാലോ. നമ്മൾ ആദ്യമായിട്ട് എടുത്തിട്ടുള്ളത് കടലമാവാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ മക്കൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും പോകരുത്. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കല്ല. അതിന് വേണ്ടി സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാ സാധനങ്ങളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ സവാളയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളകും, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരും നമ്മുടെ വീഡിയോ മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടനൊക്കെ അടിച്ച് പൊട്ടിച്ചേക്കുക കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, ഇതെല്ലാം കൂടെ നമുക്കൊന്ന് കുഴച്ചെടുത്താലോ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കാം. ഞാനൊരു 1 hour റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്നറിയോ, അപ്പോൾ നല്ലൊരു സ്മൂത്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് നേരത്തെ വെജ് ഉണ്ടാക്കിയ ഓയിൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഞാൻ ആ ഓയിലിൽ തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓയിൽ നന്നായിട്ട് ഹീറ്റ് ആയതിനു ശേഷം വേണം ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ ഓയിൽ കുടിക്കുമെന്ന് പറയത്തില്ലേ. അപ്പോൾ ഞാൻ ഒരു സ്പൂൺ വെച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൈ കൊണ്ട് ഇടാൻ പറ്റുന്നവരാണെങ്കിൽ കൈ കൊണ്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ സ്പൂൺ വെച്ചാണ്. അപ്പോൾ സ്പൂൺ വെച്ചാൽ നമുക്ക് വളരെ പെട്ടെന്നാവും, അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുമല്ലോ. അത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ പെട്ടെന്നാണ്. നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ടിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഞാനൊരു 1 hour വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അപ്പോൾ അന്നേരം മാവൊക്കെ ഒന്ന് ഒരു പുളിച്ചൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക വേറൊരു ടേസ്റ്റ് കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ഓരോരുത്തർക്കും ഇഷ്ടം എങ്ങനെയാണോ അതിനനുസരിച്ച് എരിവൊക്കെ ചേർത്ത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഫീഡ്ബാക്ക് അയക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും തന്നെ മറന്നു പോകരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.